ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അരുണിമയെ അറിയാമെന്നുള്ളത്. ഷീസ് എ സോളോ ട്രാവലർ. എനിക്ക് തോന്നുന്നത് അവർ നേരത്തെയൊക്കെ സൈക്കിളിലായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവർ റീസെൻറ്റ് വീഡിയോസിലൊക്കെ ഹിച്ച് ഹൈക്കിംഗ് ആണ് ചെയ്യുന്നതായി കണ്ടിട്ടുള്ളത്. അപ്പം എന്നെക്കുറിച്ച് ആരാണ് അരുണിമ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഒരു കറേജസ് ആയിട്ടുള്ള ഒരു ട്രാവലർ എന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബട്ട് അവർ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം ഓഫ്കോഴ്സ് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ കുട്ടി വീഡിയോസിലൂടെ കാണിക്കുന്നതൊക്കെ. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇവരിപ്പം ആഫ്രിക്കൻ കൺട്രീസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിച്ച് ഹൈക്കിംഗ് ആണ് ഇവരിവിടെയും ചെയ്യുന്നത്. അപ്പം രാത്രിയൊന്നോ പകലൊന്നും നോക്കാതെ ട്രക്കിലൊക്കെയാണ് ഈ കുട്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ വീഡിയോസ് തന്നെ ഇവർ പറയുന്നുണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സ് എന്നെ തോണ്ടി, എന്നെ ഉപദ്രവിച്ചു, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ ഇവരുടെ വീഡിയോസിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഇവർ ആ ഒരു സെയിം രീതിയിലുള്ള ട്രാവലിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതും. അപ്പം ഈ ആഫ്രിക്കയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ തന്നെ അവരുടെ കമന്റ് സെക്ഷനിലൂടെ തന്നെ പറയുന്നുണ്ട് ആഫ്രിക്ക എന്ന് പറയുന്നത് പകല് പോലും സേഫ് അല്ലാത്തൊരു കൺട്രി ആണെന്നുള്ളത്. അവരൊക്കെ അവിടെ അത്രയും സൂക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് അരുണിമയുടെ ട്രാവലിംഗ് ഒട്ടും സേഫ് അല്ല ആഫ്രിക്കയിലൂടെ ഉള്ളത് എന്നുള്ളത്. അപ്പം അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഈ കുട്ടി ട്രക്ക് ഡ്രൈവേഴ്സിന്റെ കൂടെ മാത്രമല്ല ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഈ ട്രക്ക് ഡ്രൈവേഴ്സ് തന്നെ ഇവർ വിളിക്കുകയാണെങ്കിൽ കൂടെ താമസിക്കാൻ വിളിച്ച് അവരിവിടെ പോവാണ്. അതുപോലെ തന്നെ അവർ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അവിടെ ആ ഒരു വീട്ടിൽ എങ്ങനെയാണ് 3, 4, 5 ആണുങ്ങളൊക്കെ ഒരുമിച്ച് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ കുട്ടി അവരുടെ കൂടെ പോയി താമസിക്കുന്നത്. എന്തൊരു ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കി, എന്ത് സേഫ്റ്റിയാണ് അവിടെ ഉള്ളത്. ഇപ്പം ഒരുപാട് ആൾക്കാർ അരുണിമ ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്, ബ്രേവ് ആണ് എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പോകുന്നത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമാണ്. അപ്പൊ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ. ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഒരു സേഫ്റ്റി കൺസേണും ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഇവർ റീസെന്റ് ഹിംബ വില്ലേജിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് കാണാത്തവർക്കായിട്ട് അതിനെ കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ കൊടുക്കാം. ഞാനും ഹിംബ ട്രൈബിലെ ആളുകളുടെ പോലെ അവരുടെ ശരീരത്തിൽ പ്രാണികളിൽ നിന്നും പിന്നെ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും പൊടിയിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സാധനം തേച്ചിട്ട് അപ്പൊ ഞാനും എന്റെ വസ്ത്രമെല്ലാം അഴിച്ച് അതുപോലെ തേച്ച് അവരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ കുറച്ച് ദിവസം, ഒരുപാട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ വസ്ത്രമൊക്കെ അഴിച്ച് അവരെന്തോ ഒരു റെഡ് സാധനം ഉണ്ട്, എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാ തേക്കുന്നേന്നൊക്കെ. അതെ, അയ്യോ ഇത് പോവൂലേ, ഇത് പോയില്ലെങ്കിൽ പണിയാവും കേട്ടോ. ഇത് എന്റെ കാലിലൊക്കെ ഇടുന്നു, അയ്യോ സീനാവും ഇത് പോയില്ലെങ്കിൽ, എന്താവോ എന്തോ. കാലിലൊക്കെ അതേ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. വള ഇട്ട് വന്നോണ്ടിരിക്കുകയാണ്. വള എന്താ മരം വെച്ചോണ്ടാക്കിയതാണോ? മരമാന്ന് തോന്നുന്നുണ്ട്. ഈ ചെരുപ്പ് കണ്ടോ, അത് പശുവിന്റെ തോല് വെച്ചുണ്ടാക്കിയതാണ്. ഈ ഒരു മുത്ത് പോലത്തെ ഗോൾഡ് പോലത്തെ കളറൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. കൊള്ളാം എന്തായാലും. എന്റെ കാലിന്റെ കളറൊക്കെ നോക്കി ഇങ്ങനെയാണ്. വളയും ഇതും അവരിത് സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കണ്ടോ എനിക്ക് നീളം കൂടുതലാണ്. ഇവിടെ ഒരു സാധനം വെച്ച് എനിക്ക് കെട്ടി തന്നേക്കുവാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ യാത്രയിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി പറയാനും ഇതാക്കാനൊക്കെ വരും. ഇതുപോലത്തെ ലൈഫ് എന്താ പറയാ ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ശരീരത്തിൽ നല്ല വെയിറ്റ് ഉള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് അവരിടുന്നത് കേട്ടോ. എന്റെ അമ്മോ, എന്റെ അമ്മോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ അരയിലിടുന്നതിനൊക്കെ നല്ല വെയിറ്റാ. സമ്മതിക്കണം അവരെങ്ങനെയൊക്കെ ഇട്ട് നടക്കാൻ. വസ്ത്രം അലക്കുന്നതാണ് ഈ കാണുന്നത്. അവർ അലക്കില്ല, കുളിക്കില്ല, അതായത് വെള്ളമില്ല. അപ്പൊ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ഓരോ ഹെർബ്സ് ഒക്കെ ചേർത്ത ഒരു സംഭവമുണ്ട്. അതിലിങ്ങനെ പുക. നമ്മള് അണ്ടർ ഗാർമെന്റ്സ് ഇടുന്നില്ലേ, അതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നത്. ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് മുന്നേ എങ്ങനെയാണ് ഇത് ചൂടാക്കി എടുക്കുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ നല്ല നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ഹിംബ ട്രൈബിലെ കുട്ടികളെ കുളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അവരുടെ ശരീരത്തിലെ ചെളിയൊക്കെ കണ്ടില്ലേ, ആ ചെളിയൊക്കെ മാറും അവർ ഈ ഒരു സാധനം മേത്ത് തേച്ചിട്ട്. ഞാനെന്തേ തേച്ച് റെഡിയായി നിൽക്കുവാണ്. എന്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് അതിന്. അവരിങ്ങനെ
ഫുള്ള് കളറ് മാറും. അവർക്ക് ഇവിടെ വെള്ളം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് അവരുടെ കുളിക്കലെല്ലാം. ഇതാണ് അപ്പൊ അതിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്, എന്റെ അമ്മ സമ്മതിക്കണം. ഇതിട്ടിട്ടാണ് അവര് കിടന്നുറങ്ങുന്നതും നോർമലി പുറത്തു കൂടെ നടക്കുന്നതും. ഇവിടെ ജീവിക്കുന്നൊക്കെ അങ്ങനെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഡെസേർട്ടാണ്, ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പുറകിൽ നോക്കി നൈസ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, ഇതെല്ലാം പശുവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള തൊലിയാണ്. ഇതാണ് അവരുടെ വസ്ത്രം. കണ്ടോ, സൈഡെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ എന്റെ മുഖത്തും ശരീരത്തിലും എല്ലാം അവരിങ്ങനെ എന്താ പറയാ ഫുള്ളിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തില് ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓ, കൊച്ചു കരയുക. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല രസമുണ്ട്. ഒരു വേറെ ഏതോ ലോകത്ത് പോയ ഒരു ഫീൽ ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നടക്കാൻ. ഈ മുടി ഉണ്ടല്ലോ, ഈ സാധനം ഇത് തന്നെ നല്ല വെയിറ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്തത് വ്യൂസ് കിട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഞാൻ ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കാണുന്ന ഒരാൾ തന്നെയാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിലും ഈ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ സന്തോഷ് കുളങ്ങര സാറിന്റെ എത്ര വീഡിയോസ് കണ്ടിരിക്കുന്നു. അദ്ദേഹം എത്രയോ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ പോയിരിക്കുന്നു. അവിടെയൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ തുണിയൊന്നും ഇല്ലാതെയാണോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു പ്രവൃത്തിയെ വ്യൂസ് കിട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് കാണുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെയുള്ള നല്ലതിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ചീത്തയെ അവോയ്ഡ് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ അവിടെയുള്ള നല്ലതും ചീത്തയും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള കൾച്ചർ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് അവർ അവിടുത്തെ ഭക്ഷണം കഴിച്ചില്ല? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം ട്രൈ ചെയ്യുന്നത് അവിടുത്തെ ഭക്ഷണമല്ലേ. ഇവര് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരാകെ കഴിക്കുന്നത് ആപ്പിള്, എന്തെങ്കിലും ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ എന്ത് ചോറ്, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മട്ടൺ, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ആഫ്രിക്കൻ കൺട്രീസിൽ കൂടുതലും എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്തരം ഭക്ഷണങ്ങളൊന്നും ഇവർ ട്രൈ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ കൾച്ചറിനെ ഇഷ്ടപ്പെട്ട് അവരെ മൊത്തത്തിൽ അങ്ങ് ഉൾക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നുവെങ്കിൽ അവരുടെ ഫുഡ് കൂടെ ട്രൈ ചെയ്ത് നമ്മളെ കാണിക്കണമായിരുന്നു. അതെന്തുകൊണ്ടാണ് ചെയ്ത് കാണിക്കാതിരുന്നത്? അത് ഈ വസ്ത്രം അഴിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അല്ല അരുണിമ? അപ്പൊ വസ്ത്രം അഴിക്കാൻ നല്ല ഈസിയാണ്. അതുകൊണ്ട് അത് അഴിച്ച് അങ്ങനെ കാണിച്ചാൽ അതിന്റെ കൂടെ നമുക്ക് നല്ല വ്യൂസും കിട്ടും എന്നുള്ള നല്ല ബോധം അരുണിമയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് വസ്ത്രം അഴിച്ച് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവരുടെ ഫുഡും കൂടെ കഴിച്ച് കാണിക്കണമായിരുന്നു. അരുണിമ ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ട്രാവലർ അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവനും സ്വത്തിനും നമ്മൾ തന്നെയല്ലേ സംരക്ഷണം നൽകേണ്ടത്. അരുണിമയുടെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുപാട് കമന്റ്സുകൾ ഇട്ടിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്തരം കമന്റ്സിനെയോ അത്തരം കാര്യങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. എനിക്ക് അരുണിമയുടെ അടുത്ത് പറയാനുള്ളത്, ഇനിയും ഒരുപാട് കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്ത് ഒരുപാട് വിവരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യണം. സോ ആ സമയത്തും ഓഫ് കോഴ്സ് എന്താണ് അവനവന്റെ ജീവനും സ്വത്തിനും ഒരു വാല്യൂ കൊടുക്കുക, കുറച്ചു നമ്മുടെ സേഫ്റ്റിക്കും കൂടെ ഒരു കൺസേൺ കൊടുത്തുകൊണ്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക എന്ന് മാത്രമാണ് അരുണിമേനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പം എന്തായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.